+1 ബയോളജിയിലെ ബോട്ടണി ഭാഗത്ത് പ്ലാന്റ് അനാറ്റമിയിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ വീഡിയോ. പ്ലാന്റ് ടിഷ്യൂസ് വേരി ഡിപ്പെൻഡിങ് ഓൺ ദിയർ ലൊക്കേഷൻ ഇൻ ദി പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിയിലെ ലൊക്കേഷൻ അനുസരിച്ച് പ്ലാന്റ് ടിഷ്യൂസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Their structure and function also dependent on the location. പ്ലാന്റ് ടിഷ്യൂസിൻ്റെ ഘടനയും ഫങ്ഷനും ഈ ലൊക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു. പ്ലാന്റ് ബോഡിയിൽ ടിഷ്യൂ സിസ്റ്റംസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ലൊക്കേഷൻ ആൻഡ് സ്ട്രക്ചർ ദെയർ ആർ 3 types ഓഫ് ടിഷ്യൂ സിസ്റ്റംസ്. ലൊക്കേഷൻ്റെയും സ്ട്രക്ചറിനെയും അടിസ്ഥാനപ്പെടുത്തി ടിഷ്യൂ സിസ്റ്റംസ് 3 തരമുണ്ട്. They are epidermal tissue system, ground tissue system and vascular tissue system. ഇതിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസ്. പ്ലാന്റ് ബോഡിയിലെ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ദേ ആർ സൈലം ആൻഡ് ഫ്ലോയം. Xylem and phloem are together known as vascular bundles. സൈലവും ഫ്ലോയവും ഒന്നിച്ച് പറയുന്നതാണ് വാസ്കുലർ ബണ്ടിൽസ്. സോ ദി വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം, ഓർ ഇൻ അതർ വേർഡ്സ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഇൻ എ പ്ലാന്റ്. ഒരു പ്ലാന്റിൽ കാണാവുന്ന വിവിധ തരത്തിലുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ പേരുകൾ നോക്കൂ. റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്, കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്, കൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ്, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ്, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ്, ആംഫിക്രൈബൽ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് ആംഫിവൈസൽ വാസ്കുലർ ബണ്ടിൽസ്. എല്ലാവിധത്തിലുള്ള വാസ്കുലർ ബണ്ടിൽസും ചിത്രത്തിൻ്റെ സഹായത്തോടെ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നു. വാസ്കുലർ ബണ്ടിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു ചാർട്ട് രൂപത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. വാസ്കുലർ ബണ്ടിൽസ് ഇൻ പ്ലാന്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 types: radial vascular bundles and conjoined vascular bundles. Conjoined vascular bundles are again consisting of 3 types: collateral vascular bundles, bicollateral vascular bundles and concentric vascular bundles. Collateral vascular bundles are again divided into 2 types: open vascular bundles and closed vascular bundles. Concentric vascular bundles are of 2 types: ആംഫിക്രൈബൽ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് ആംഫിവൈസൽ വാസ്കുലർ ബണ്ടിൽസ്. പ്രയാസപ്പെടേണ്ട, ഇവ ഓരോന്നും എന്തൊക്കെയാണെന്നും എവിടെയൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നോക്കാം. ബേസിക്കലി വാസ്കുലർ ബണ്ടിൽസ് ആർ ഓഫ് 2 types. ദേ ആർ റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിൽസുകളെ റേഡിയൽ വാസ്കുലർ ബണ്ടിൽസുകൾ എന്നും കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസുകൾ എന്നും 2ആയി തരംതിരിക്കാം. ആദ്യമായി റേഡിയൽ വാസ്കുലർ. ഈ ചിത്രം നിരീക്ഷിക്കൂ. ഇതിൽ 4 സൈലം ബണ്ടിലുകളും 4 ഫ്ലോയം ബണ്ടിലുകളുമുണ്ട്. ഈ സൈലവും ഫ്ലോയവും ബണ്ടിലുകളും വ്യത്യസ്ത റേഡിയയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത റേഡിയസുകളിൽ സൈലം ബണ്ടിൽസും ഫ്ലോയം ബണ്ടിൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ ആണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഇൻ റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്, xylem and phloem occur in separate bundles which lie alternately on different radii. Radial vascular bundles are characteristic of roots. മോണോക്കോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെയും വേരുകളിൽ ഇത്തരം റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആണുള്ളത്. ഒരു റൂട്ടിനെ സ്റ്റെമ്മിൽ നിന്നും അനാറ്റമിക്കലി വേർതിരിക്കുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്നുള്ളതാണ്. സൈലവും ഫ്ലോയവും ബണ്ടിൽസ് ഓൾട്ടർനേറ്റായിട്ട് റേഡിയലി അറേഞ്ച് ചെയ്തിരിക്കുന്നു, മോണോക്കോട്ട് റൂട്ടിലും ഡൈക്കോട്ട് റൂട്ടിലും. ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയുടെ പ്രത്യേകത മനസ്സിലാക്കുമല്ലോ. ഒരു ഡൈക്കോട്ട് റൂട്ടിൽ 4 മുതൽ 6 വരെ വാസ്കുലർ ബണ്ടിൽസ് കാണാം. എന്നാൽ ഒരു മോണോക്കോട്ട് റൂട്ടിൽ 7ൽ കൂടുതൽ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. ഈ ഫോട്ടോയിൽ വാഴയുടെ വേരിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. സൈലം ഫ്ലോയം അടങ്ങിയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ നമ്പർ വളരെ അധികമുണ്ട്. വാഴ ഒരു മോണോക്കോട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ വാഴയുടെ വേര് ഒരു മോണോക്കോട്ട് റൂട്ടിന് എക്സാമ്പിളാണ്. Radial vascular bundles are characteristic of roots.
ഇവിടെ സൈലവും ഫ്ലോയവും ബണ്ടിൽസ് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാവുന്നതാണ്. വാഴയുടെ വേരിൻ്റെ കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ടുള്ള പിക്ചറാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഇത് ചേമ്പിൻ്റെ വേരാണ്. ചേമ്പും ഒരു മോണോക്കോട്ട് റൂട്ടാണ്. ഇതിൽ വാസ്കുലർ ബണ്ടിൽസ് ഓൾട്ടർനേറ്റ് ആയിട്ട് റേഡിയലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സൈലവും ഫ്ലോയവും ബണ്ടിൽസ് വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. റൂട്ടിൽ കാണുന്ന സൈലം എക്സാർക്ക് സൈലമാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രോട്ടോസൈലം പുറത്തേക്കും മെറ്റാസൈലം അകത്തേക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സൈലം ബണ്ടിലുകളാണ് എക്സാർക്ക് സൈലം ബണ്ടിലുകൾ. അത് ഈ റൂട്ടിൽ വളരെ കൃത്യമായി കാണാവുന്നതാണ്. അടുത്തത് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. ഇൻ കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ് ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം occur together in the same vascular bundle on the same radius. ഒരു വാസ്കുലർ ബണ്ടിലിൽ സൈലവും ഫ്ലോയവും ഒന്നിച്ച് ഒരേ റേഡിയസിൽ കാണപ്പെടുന്നതാണ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽ. ചിത്രത്തിൽ ചുവന്ന കളറിൽ സൈലവും വെളുത്ത കളറിൽ ഫ്ലോയവും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. സൈലവും ഫ്ലോയവും ഒന്നിച്ച് ഒരു ബണ്ടിൽ തന്നെയാണ് ഉള്ളത്. കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ് ആർ സീൻ ഇൻ സ്റ്റെം ആൻഡ് ലീവ്സ്. കാണ്ഡത്തിലും ഇലകളിലും കാണുന്ന വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. Conjoined vascular bundles are of three types. They are collateral vascular bundles, bicollateral vascular bundles, and concentric vascular bundles. ആദ്യമായി collateral vascular bundles. They are vascular bundles which contain phloem on the outer side and xylem on the inner side on the same radius. ചിത്രത്തിൽ കാണുന്ന പോലെ സൈലം അകത്തും ഫ്ലോയം പുറത്തും ഒരേ റേഡിയസിൽ കാണുന്ന വാസ്കുലർ ബണ്ടിൽസ് ആണ് കൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ്. കൊളാറ്ററൽ മീൻസ് സൈഡ് ബൈ സൈഡ്. സൈലത്തിൻ്റെ സൈഡിൽ ഫ്ലോയത്തിൻ്റെ സൈഡിൽ സൈലവും കാണുന്നു. കൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ഓഫ് അഗെയിൻ ടു ടൈപ്സ്. ദേ ആർ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ്. ഇൻ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എ സ്ട്രിപ്പ് ഓഫ് fascicular or intrafascicular cambium occurs between phloem and xylem. ഓപ്പൺ വാസ്കുലർ ബണ്ടിലിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയ്ക്ക് ഒരു പാച്ച് കേമ്പിയം, അതിൻ്റെ പേര് ഫാസിക്കുലാർ ഓർ ഇൻട്രാഫാസിക്കുലാർ കേമ്പിയം എന്നാണ്. ഈ കേമ്പിയം ഒരു ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഈ ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലിൻ്റെ പ്രത്യേകത. Because of it, open vascular bundles have the ability to form secondary xylem and secondary phloem. That's why we call it as open vascular bundle. ഇത്തരത്തിലുള്ള ഒരു കേമ്പിയം ഉള്ളതുകൊണ്ട് this vascular bundle is open for the secondary growth by producing secondary xylem and secondary phloem. So that we call this vascular bundle as open vascular bundle. അപ്പോൾ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കേമ്പിയം ഉണ്ടെങ്കിൽ അത്തരം വാസ്കുലർ ബണ്ടിൽസ് ആണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ്. ദി പ്രസൻസ് ഓഫ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ TS കാണിക്കുന്ന ചിത്രമാണ്. അതിൽ വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻറ്റ് ആണ്, കൊളാറ്ററൽ ആണ്, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഇത് സെൻഡല സ്റ്റെമ്മിനകത്തുള്ള വാസ്കുലർ ബണ്ടിലാണ്. ഒരെണ്ണം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. സൈലവും ഫ്ലോയവും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനിടയിൽ കേമ്പിയത്തിൻ്റെ നേരിയ മങ്ങിയ നിലയിൽ കാണുന്ന സെൽസും ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ദിസ് വാസ്കുലർ ബണ്ടിൽ ഈസ് കൺജോയിൻറ്റ്, കൊളാറ്ററൽ ആൻഡ് ഓപ്പൺ. ഇൻ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് phloem lies in contact with the xylem. No strip of cambium is present between the two. ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലുകളിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കേമ്പിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് കാണുന്നില്ല. Therefore, no secondary growth occurs. ചിത്രം നിരീക്ഷിച്ചാൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കേമ്പിയം ഇല്ല എന്നുള്ളതുകൊണ്ട് there is no secondary growth occurs in this vascular bundle. That is, secondary growth is closed. Closed vascular bundles occur in monocotyledonous stems.
ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് മോണോകോട്ട് പ്ലാന്റ്സിൽ കാണുന്നു. അതിനാൽ തന്നെ സെക്കൻഡറി ഗ്രോത്ത് മോണോകോട്ട് പ്ലാന്റ്സിൽ ഇല്ല. ഇത് ഒരു ഗ്രാസിൻ്റെ സ്റ്റെം സെക്ഷനാണ്. ഇതിൽ വാസ്കുലർ ബണ്ടിൽസ് സൈലവും ഫ്ലോയവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനിടയിൽ കേമ്പിയം ഇല്ല എന്നുള്ളത് കൊണ്ട് ദിസ് ഈസ് എ വാസ്കുലർ ബണ്ടിൽ വിച്ച് ഈസ് ക്ലോസ്ഡ്. ഇനി ബൈക്കോളാറ്ററൽ വാസ്കുലർ ബണ്ടിൽ. ഇൻ ദിസ് phloem is present on both outer and inner sides of xylem in the same open vascular bundle, so that two cambial strips are present on either sides of the xylem. ഒരു വാസ്കുലർ ബണ്ടിലിൽ സൈലത്തിൻ്റെ ഇരു സൈഡിലും ഫ്ലോയം ബണ്ടിൽസ് കാണുകയും ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കേമ്പിയൽ സ്ട്രിപ്പുകൾ രണ്ട് സൈഡിലും ഉണ്ടാവുകയാണെങ്കിൽ അത്തരം വാസ്കുലർ ബണ്ടിൽസാണ് ബൈകൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ്. വെള്ളരി വർഗത്തിലുള്ള ചെടികളിൽ, വെള്ളരി, മത്തൻ, കുമ്പളം തുടങ്ങിയ ചെടികളിൽ ഇത്തരത്തിലുള്ള ബൈകൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ് കാണുന്നു. അടുത്തതായി കോൺസെൻട്രിക് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ, വൺ വാസ്കുലർ ടിഷ്യൂ ഫോംസ് ദി കോർ while the other surrounds it completely with no cambium in between them. ഇത്തരത്തിലുള്ള വാസ്കുലർ ബണ്ടിലിൽ ഒരു വാസ്കുലർ ടിഷ്യൂ, സൈലമോ ഫ്ലോയമോ, അത് നടുവിലും മറ്റൊന്ന് പുറത്തുമായിട്ട് കാണുന്നു. എന്നാൽ ഇതിനിടയിൽ കേമ്പിയം കാണുന്നുമില്ല. ഇത്തരം വാസ്കുലർ ബണ്ടിൽസാണ് കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽസ്. അതിനാൽ തന്നെ ദേ ആർ ഓഫ് ടു ടൈപ്സ്. വൺ ആംഫിക്രൈബൽ വാസ്കുലർ ബണ്ടിൽ and 2 amphiβasal vascular bundle. In amphicribal vascular bundles, the xylem forms the core and the phloem tissue surrounds it. Xylem നടുവിലായും ഫ്ലോയം അതിന് ചുറ്റിനും കാണുന്നുവെങ്കിൽ അത്തരം വാസ്കുലർ ബണ്ടിൽസ് ആണ് ആംഫിക്രൈബൽ വാസ്കുലർ ബണ്ടിൽസ്. വെള്ളത്തിൽ വളരുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് അഥവാ അക്വാട്ടിക് ആൻജിയോസ്പേംസിലാണ് ആംഫിക്രൈബൽ വാസ്കുലർ ബണ്ടിൽസ് കാണുന്നത്. In amphiβasal vascular bundles, the xylem surrounds the central phloem. നടുവിൽ ഫ്ലോയവും ചുറ്റിനും സൈലവും കാണപ്പെടുന്നുവെങ്കിൽ അത്തരം വാസ്കുലർ ബണ്ടിൽസാണ് ആംഫിവൈസൽ വാസ്കുലർ ബണ്ടിൽസ്. യൂക്ക, ഡ്രസീന പോലെയുള്ള മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൽ ഇത്തരം വാസ്കുലർ ബണ്ടിൽസ് കാണുന്നു. Now you see again the classification chart. Vascular bundles are classified into radial and conjoined vascular bundles. Conjoined vascular bundle is again of three types: collateral vascular bundles, bicollateral vascular bundles, and concentric vascular bundles. Collateral vascular bundles are of two types: open vascular bundle and closed vascular bundles. Concentric vascular bundles are of two types: amphicribal vascular bundles and amphiβasal vascular bundles. വാസ്കുലർ ബണ്ടിലുകളുടെ ക്ലാസിഫിക്കേഷൻ, അവയുടെ പ്രത്യേകതകൾ, അവ ഏതൊക്കെ പ്ലാന്റ്സിൽ എവിടെയൊക്കെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതട്ടെ. വീണ്ടും വീഡിയോ കാണുക, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി വയ്ക്കുക. വിവിധ തരത്തിലുള്ള വാസ്കുലർ ബണ്ടിലുകളുടെ ചിത്രങ്ങൾ സഹിതമുള്ള ചാർട്ട് ശ്രദ്ധിച്ചോളൂ. താഴെ വലതുവശത്ത് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ കാണിച്ചിരിക്കുന്നു. മുകളിൽ കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്, കൊളാറ്ററൽ, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ, ദെൻ ബൈകൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽ. താഴെ കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽ, ആംഫിക്രൈബൽ ആൻഡ് ആംഫിവൈസൽ വാസ്കുലർ ബണ്ടിൽ. ഇതുപോലെ ചാർട്ട് രൂപത്തിൽ, പ്രത്യേകിച്ച് ചിത്രീകരണ രൂപത്തിൽ തയ്യാറാക്കി വെച്ചാൽ കൂടുതൽ കാലം നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നൗ ലെറ്റ് us see some differences between radial and collateral vascular bundles. Radial bundles occurrence, they are found in roots. Collateral bundles occur in stems. Xylem and phloem, radial bundles, they occur in different bundles. Collateral bundles, they occur in same bundle. With regard to the radius, radial vascular bundles, xylem and phloem lie on different radii. But in the case of collateral bundles, they lie on the same radius. Now you see the differences between open and closed vascular bundles. Open vascular bundle, 1. Fascicular cambium. Phloem and xylem are not in direct contact. A strip of fascicular cambium occurs between them. But in closed vascular bundle, phloem and xylem are in direct contact
fascicular cambium is absent. Point number 2, opening up. Phloem and xylem of a vascular bundle move away from each other due to formation of new vascular tissues in open vascular bundle. But in closed vascular bundle, xylem and phloem remain in contact with each other throughout. Point number 3, secondary growth. Secondary growth occurs in open vascular bundle. Secondary growth is absent in closed vascular bundle. Occurrence. Open vascular bundle is found in dicot and gymnosperm stems. Closed vascular bundles occur in monocot stems as well as leaves of most seed plants. അടുത്ത ടിഷ്യൂ സിസ്റ്റങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്.